രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നതിനെക്കുറിച്ച് വിവരമില്ല. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടതോടെ ഇന്നലെ വൈകുന്നേരം മുതലാണ് രാഹുലിനെ കാണാതായത്. രാഹുലിന്റെ 2 ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. കഴിഞ്ഞ ദിവസം ഉച്ചവരെ പാലക്കാട് നഗരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. വൈകുന്നേരത്തോടെയാണ് പാലക്കാട് നിന്ന് രാഹുൽ അപ്രത്യക്ഷനാകുന്നത്. വൈകുന്നേരം 4:45 കണ്ണാടി പഞ്ചായത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. ഈ സമയത്താണ് അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്. ഇതോടെ 4:55 കണ്ണാടിയിൽ നിന്ന് പാലക്കാട് നഗരത്തിലേക്ക് തന്നെ തിരിച്ചു. പിന്നീട് MLA ഓഫീസ് പരിസരത്തെത്തി. പിന്നാലെ ചില സുഹൃത്തുക്കളെ ഫോണിൽ ബന്ധപ്പെട്ടു. 5:45 MLA ഓഫീസ് പരിസരത്ത് വെച്ച് രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. MLA വാഹനം മറ്റൊരിടത്തേക്ക് മാറ്റി സുഹൃത്തിന്റെ വാഹനത്തിൽ രാഹുൽ MLA ഓഫീസ് പരിസരത്ത് നിന്ന് പോകുന്നു. 6:10 രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരുടെ ഫോണും ഓഫാകുന്നു. പിന്നീട് രാഹുലിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അതേസമയം MLA ഓഫീസ് ഇന്ന് രാവിലെ 9 മണിയോടെ ജീവനക്കാർ എത്തി തുറന്നു. സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഓഫീസ് പ്രവർത്തിക്കാറ്. ഇന്നലെ വൈകിട്ട് നമ്മൾ എല്ലാ ദിവസവും 5 മണിക്ക് ഓഫീസ് അടയ്ക്കും. ഒരു ഓഫീസ് ടൈം ഉണ്ടല്ലോ. അതുപോലെ ഓഫീസ് ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. MLA എവിടെയാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല, അതിനെ പറ്റിയിട്ട് അറിയില്ല. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് MLAനെ കണ്ടിരുന്നു, ഓഫീസിലുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. അതിനിടെ രാവിലെ രാഹുലിന്റെ ഫോൺ ഓണായെങ്കിലും പിന്നീട് വീണ്ടും സ്വിച്ച് ഓഫ് ആയി. രാഹുൽ എവിടെയാണെന്ന ചോദ്യത്തിന് ആർക്കും കൃത്യമായ മറുപടിയില്ല. കനത്ത കാവലും വലിയ പ്രതിഷേധങ്ങളും ഉണ്ടെങ്കിലും പത്തനംതിട്ടയിലെ ഈ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ എത്തിയിട്ടില്ല. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം നന്ദുഷായസ്, മീഡിയ 1, പത്തനംതിട്ട.